ഇത് ചിന്നമ്മാളിൻ്റെയും ദുർഗയുടെയും ബിസിനസ് മാതൃക. സ്വയം സംരംഭത്വം. കോതമംഗലം മൂന്നാർ റൂട്ടിൽ രണ്ടിടത്തായിട്ട് 2 സ്ത്രീകൾ മാമ്പഴവും പേരയ്ക്കയും ഒക്കെ വിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഞാൻ വണ്ടി നിർത്തി അവരെ പരിചയപ്പെട്ടു, വിശേഷങ്ങൾ അന്വേഷിച്ചു. സ്ത്രീകളുടെ സംരംഭമായതുകൊണ്ട് തന്നെ എനിക്കതിൽ പ്രത്യേക കൗതുകം ഉണ്ടായിരുന്നു. ഇതിൽ എന്ത് വരുമാനമുണ്ട്, ഇതൊരു സക്സസ് സ്റ്റോറിയാണോ, എങ്ങനെയാണ് ഇവരുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നതെന്നറിയാനുള്ള താല്പര്യത്തിൽ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ 2 പേരും എന്നിട്ട് ദൂരെ 2 സ്ഥലങ്ങളിലാണ് കേട്ടോ, എൻ്റെ ഡ്രൈവിനിടെ ഞാൻ കണ്ടതാണ്. 2 പേരും പളനിയിൽ നിന്നാണ് സാധനങ്ങൾ എടുത്ത് പിക്കപ്പിൽ കയറ്റി ഓരോ പോയിന്റിൽ ഇറങ്ങും. ഇത് മൊത്തം വിറ്റ് കഴിഞ്ഞേ അവർ തിരിച്ച് മടങ്ങാറുള്ളൂ. അത് ഇന്ന് തന്നെ വിറ്റ് തീരും. നല്ല ലാഭമാണെന്നാണ് പറയുന്നത്. ഇത് മഴ പെയ്തില്ലെങ്കിൽ നല്ല പോലെ വിറ്റ് പോകും. മഴ പെയ്താൽ അല്പം ബുദ്ധിമുട്ടാണ്. ഇന്നൊക്കെ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ ഇതൊരു നല്ല ബിസിനസ്സാണെന്നാണ് 2 പേരും പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്നൊരു വരുമാന മാർഗം അവർക്കുണ്ട്. മൊത്തം നല്ല ഐറ്റങ്ങളാണ് കൊണ്ടുവന്ന് വഴിയോരത്ത് അതിലെ അവരുടെ ആ അധ്വാനത്തിൻ്റെ എന്തുമാത്രം അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിൻ്റ്. അതായത് മഴയായാലും വെയിലായാലും ഒരുപോലെ ഈ റോഡ് വക്കിലിരുന്ന്, അത് മെയിൻ ജംഗ്ഷനൊന്നുമല്ല, എവിടെയെങ്കിലുമൊക്കെ അല്പം തണലുള്ളിടത്ത് നോക്കി സൈഡിൽ റോഡ് വീതി ഉള്ളിടത്ത് വെച്ച് ദിവസവും പോയിന്റുകൾ മാറി മാറി ഇരുന്ന് ആണ് ഇതിൻ്റെ ബിസിനസ് മുന്നേറുന്നത്. അപ്പോൾ ഇതൊരു കുറഞ്ഞ മുതൽ മുടക്കിൽ, ഇപ്പോൾ എല്ലാം കൂടെ ഒരു 20 കിലോ കാണുമായിരിക്കും. അതിൻ്റെ 5-6 പെട്ടികളും, ആ പെട്ടി തന്നെയാണ് കമിഴ്ത്തിയിട്ട് സ്റ്റാൻഡാക്കി അതിൻ്റെ പുറത്ത് ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ചെലവിൽ നല്ലൊരു വരുമാനത്തിന് ഈ സ്ത്രീകൾ മുൻകൈ എടുത്തത് അഭിനന്ദനാർഹം. അവരുടെ ഈ മാതൃക എന്നെ വല്ലാതെ ആകർഷിച്ചു.